ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളും അമ്മയൊക്കെ സുഖമായിട്ടിരിപ്പുണ്ട് കേട്ടോ. അതിങ്ങളുടെ പെട്ടി അത് അവർ വെളിയിലൊരു കൂടിനകത്താണ്. അപ്പം തന്നെ അതിനകത്തൊരു പെട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി. അപ്പോൾ ആ പെട്ടി വളരെ ചെറുതായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ആരോ അതിനെക്കുറിച്ചൊരു കമൻറ്റ് ഇടുകയും ചെയ്തു, കുറച്ചുകൂടെ വലിയ ശരിയാണ്, കുറച്ചുകൂടെ വലിയ പെട്ടി വേണമായിരുന്നു. ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു, കാരണം ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർ വന്നപ്പോഴത്തേനും കുറച്ചുകൂടെ അവർക്ക് പാടായി. അല്ലെങ്കിലും അവൾക്ക് ഇത്ര സൈസ് ഉള്ളതുകൊണ്ട് അത് പാടായിരുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ പെട്ടി വാങ്ങിച്ചു കേട്ടോ. വലിയ ക്വാളിറ്റിയുള്ള പെട്ടിയൊന്നുമല്ല, പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ്. അത് ഞാൻ കൊണ്ടുവന്ന് ആ കൂടിനകത്തൊന്നും കയറ്റാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ അതിൻ്റെ സൈഡ് 4 സൈഡും കുറച്ച് കട്ട് ചെയ്ത് എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് തള്ളി കയറ്റി വെച്ചു. ഞാൻ വെച്ച് ഉടനെ തന്നെ കിറ്റ ഓടി വന്ന് അതെല്ലാം ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുക കേട്ടോ. അത് കൊള്ളാമോ എന്ന് നോക്കുക അവളങ്ങനെയാണ്. എന്ത് അതിനകത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചാലും അവൾക്ക് ആദ്യം അതെല്ലാം ഒന്ന് പരിശോധിക്കണം. അതിന് ശേഷം മാറി തന്നു കേട്ടോ. പിന്നെയും വന്ന് എന്തുവാ ഏതാന്നൊക്കെ എന്നറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ എന്ത് സാധനം നമ്മൾ കൊണ്ടുവന്ന് വെച്ചാലും അവളങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വന്നെല്ലാം നോക്കി പുള്ളിക്കാരിക്ക് പിന്നെ അതിനകത്തൊക്കെ ഒന്നിരിക്കണം, അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുണി അതിൻ്റെ താഴെ തട്ടിലായിട്ട് തുണി വിരിച്ചു കൊടുക്കും. മിക്കവാറും നമ്മൾ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 ദിവസം കൂടുമ്പോൾ അത് മാറാറുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെയും അതുങ്ങൾ അപ്പിടുകയും മൂത്രമൊക്കെയൊക്കെ ചെയ്യുമല്ലോ. അപ്പം എന്തായാലും അത് നനയൊക്കെ ചെയ്തില്ല, അവർ സ്ഥിരം അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഞാനതങ്ങനെ മാറിയിടാറുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങളെല്ലാം കൊണ്ട് പുതിയ പെട്ടിക്കകത്ത് വെക്കണം. ഇതുങ്ങളാണെങ്കിൽ എപ്പോഴും ഉറക്കമാണ് കേട്ടോ. ഈ 2 പ്രാവശ്യം ഉണ്ടായ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. കാരണം കൂടുതൽ സമയവും ഇവരിങ്ങനെ ഒരുമിച്ച് കൂടി ഉറങ്ങുക തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുറച്ച് സമയമെങ്കിലും എഴുന്നേറ്റ് ഒന്ന് അനങ്ങി നടക്കുന്നൊക്കെ ഒരു സമയമാണ്. പക്ഷേങ്കിൽ എന്തുവാണെന്നറിയില്ല, ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി കിടന്ന് ഉറക്കമാണ്. ഞാൻ ഓരോരുത്തരായിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ലപോലെ കണ്ണെല്ലാം തുറന്നിട്ടുണ്ട്. ഒന്ന് ശരിക്കും ഇപ്പം നടക്കേണ്ടതാണ് അതിനകത്തൂടെയൊക്കെ. പക്ഷേ ഇവരിങ്ങനെ ഫുൾ ടൈം ഉറക്കം തന്നെയാണ്. ചിലരൊക്കെ ഫുൾ ടൈം, ഈ കറമ്പനൊക്കെ മുഴുവൻ സമയം ഉറക്കം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരാളെടുത്ത് വെച്ചപ്പോൾ തന്നെ കിറ്റാക്കുട്ടിയായി പെട്ടിക്കകത്ത് കയറി കിടന്നു കഴിഞ്ഞു. അപ്പം പിന്നെ ബാക്കിയുള്ളവരെയും കൂടെ ഞാൻ എടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനൊന്ന് തൊട്ടല്ലോ എല്ലാവരെയും. അപ്പം പിന്നെ പുള്ളിക്കാരത്തേക്ക് അതുങ്ങളെല്ലാം കുളിപ്പിക്കണം. അങ്ങനെയാണ്, നമ്മൾ എപ്പോൾ തൊട്ടാലും എല്ലാം കുളിപ്പിക്കണം. അല്ലേ തന്നെ അവൾ 3 നേരവും ഭയങ്കര കുളിപ്പില്ല. രാവിലെ ഉണ്ട്, ഉച്ചയ്ക്കുണ്ട്, വൈകിട്ടുണ്ട്, ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴും എല്ലാം കുളിപ്പീരാണ്. പിന്നെ അവരെ അപ്പിടാനും മുത്ത് വയ്ക്കാനും എല്ലാം അവളിങ്ങനെ നക്കി തുടച്ച് തന്നെ ഒരുപാട് അങ്ങനെ കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്നേരം ഓർക്കാറുണ്ട്, മിക്കവരും പറയും പെർഷ്യൻ ക്യാറ്റുകൾ എല്ലാവരും ഒന്നും ഇങ്ങനെ കെയർ ചെയ്യാറില്ലെന്ന്. പക്ഷേ കിറ്റക്കുട്ടി അവരെ എല്ലാ രീതിയിലും എല്ലാ ഹെൽപ്പും, നമ്മളങ്ങനെ അധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ല. അവളെല്ലാം നല്ലതായിട്ട് ചെയ്യുമായിരുന്നു. അതേതായാലും ഒരു ദൈവാനുഗ്രഹമായി എനിക്ക്. അങ്ങനെ എല്ലാവരെയും നക്കി തുടച്ച്. പക്ഷേ ഇപ്രാവശ്യം അവൾക്ക് ഇത്തിരി കൂടെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ 2 ആദ്യം 1 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവർ വന്നപ്പോൾ ഒരുപാട് പേരായി. എല്ലാവരും കൂടെ പാല് കുടിക്കാനും ബഹളവും ഓടെ പുറത്തുകൂടെ എല്ലാം കയറി ഇറങ്ങി നടക്കുമ്പോൾ അവൾക്കൊരു ഇത്തിരി ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നി. എൻ്റെ തോന്നലാണോന്ന് എനിക്കറിയത്തില്ല. അവൾക്കും ഭയങ്കര ക്ഷീണം പോലെയൊക്കെ തോന്നി. പിന്നെ നമ്മൾ ഫുഡൊക്കെ എല്ലാം അവർക്ക് സാധാരണ കൊടുക്കുന്നതല്ലാതെ ഞാൻ ട്രോൾസ് കൊടുക്കാനായിട്ട് തുടങ്ങി. കാരണം ഇവരുടെ ഹെയറും അതൊക്കെ അതിനൊക്കെ നല്ലത് മിയോ തന്നെയാണ്. മിയോയോ ട്രോൾസ് ആദ്യം ഇവർ കഴിക്കത്തില്ലായിരുന്നു, പിന്നെ ഇപ്പം എന്തായാലും കഴിക്കുന്നുണ്ട്. അങ്ങനെ അതാണൊക്കെ കൊടുക്കുന്നത്. പിന്നെ ട്രീറ്റും അല്ലാതെ വിസ്കസിൻ്റെ ഗ്രേവി അതെല്ലാം കൊടുക്കുന്നുണ്ട്. പഴയതിലും കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എത്ര കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർക്ക് പാലൊക്കെ കിട്ടണമല്ലോ. എല്ലാവർക്കും മറ്റും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചിലതൊക്കെ തീരെയും കുഞ്ഞുതുങ്ങളാണ്. ചിലരാണെങ്കിൽ നല്ല മിടുക്കരുമാണ്. തള്ളി ഉന്തി മാറ്റി, ഒരാളെ തള്ളി മാറ്റി പാൽ കുടിക്കുന്നതൊക്കെ കാണാം. അതിന് വേണ്ടി പാൽ കുടിക്കണ്ട, തല്ലി കുടിക്കുന്ന കണ്ടോ. അവിടെ ഒരുത്തനെ തള്ളി മാറ്റിയിട്ട് അതിന് കുടിക്കണം. അതാണ്, അങ്ങനെയൊക്കെ നമ്മൾ ആദ്യത്തെ കാഴ്ച ചെയ്യണം കേട്ടോ. ഇതുവരെയും നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിവേ അങ്ങനെ പുതിയ പെട്ടി അവർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ചുകൂടെ സൗകര്യമായി. അങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ.